നമ്മൾ ചാപ്റ്റർ 11 ഡിക്റ്റേഷൻ വേർഡ്സ് ആണ് ടീച്ചർ ഇപ്പൊ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വേർഡ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് പ്ലൂറൽ ആണ് കേട്ടോ. ഇൻസെക്ട്സ് പ്ലൂറൽ വേർഡ് ആണ്. ഇൻസെക്ട്സ്. അഹമ്മദ് എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ബുക്ക് എടുത്തില്ല ഇതുവരെ? ഇൻസെക്ട്സ്. എല്ലാരും അവരവർക്ക് അറിയാവുന്ന മാത്രം എഴുതുക. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ആയിട്ട് ആരും ചീറ്റിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എല്ലാവരും അറിയുന്നത് മാത്രം എഴുതുക. അറിയാൻ മേലാത്ത നമ്മള് ടീച്ചർ പറയുന്ന പോലെ എഴുതി പിടിക്കുക, അത്രയല്ലേ ഉള്ളൂ. കഴിഞ്ഞോ? സെക്കൻഡ് വേർഡ് തൊറാക്സ്. ഇൻസെക്റ്റിന്റെ ബോഡി പാർട്ട് നമ്മൾ പഠിച്ചില്ലേ? തൊറാക്സ്. തൊറാക്സ്. thorax. Thorax. അതാരാണ് പാട്ടൊക്കെ പാടുന്നേ? ആദിലക്ഷ്മി. മ്യൂട്ട് ചെയ്തേ. ആദിലക്ഷ്മി കൃഷ്ണദേവ് ഇപ്പോഴാണോ ജോയിൻ ചെയ്തത്? ഡിക്റ്റേഷൻ വേർഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേഗം ബുക്ക് എടുക്കാമോ? ആദിലക്ഷ്മി, കൃഷ്ണദേവ്. കൃഷ്ണദേവ് എവിടെ? ഇപ്പോഴാണ് ലിങ്ക് വന്നത്. അതാണ് ഇപ്പോഴാണ് ലിങ്ക് വന്നത്. പുറത്തായിരുന്നോ? ഓക്കെ. ബുക്ക് എടുത്തോളൂ, വേഗം എടുത്തോളൂ. ഞാൻ 2 വേർഡ്സേ പറഞ്ഞിട്ടുള്ളൂ. വേഗം എടുത്തേ, ബുക്ക് എടുത്തേ. ദേവദർശൻ ഡിക്റ്റേഷൻ എഴുതാൻ ബുക്ക് എടുക്കൂ കേട്ടോ. ആദിലക്ഷ്മി ഉണ്ടോ അവിടെ? ആദിലക്ഷ്മി. റെഡിയായോ? കൃഷ്ണദേവും ദേവദർശനൊക്കെ റെഡിയായോ? യെസ്. പെൻസില്. ഓക്കെ. ദേവദർശൻ, കൃഷ്ണദേവ്, ധ്യാൻ ദേവ് ഇപ്പോഴാണോ മോനെ ജോയിൻ ചെയ്തേ? ഇന്നലെ കണ്ടില്ലല്ലോ. ഇന്നലെ ലേറ്റ് ആയിട്ടാണല്ലോ ജോയിൻ ചെയ്തത്. എന്ത് പറ്റി? ലിങ്ക് കിട്ടുന്നില്ലേ? മൈക്ക് ഓൺ ചെയ്യൂ. ഇപ്പോഴാണ് ലിങ്ക് വന്നേ. അങ്ങനെ ഞാൻ 10 മണിക്ക് എന്തോ പോസ്റ്റ് ചെയ്താണല്ലോ ലിങ്ക്. ഇല്ല, അപ്പോഴാണ് ഞങ്ങക്ക് കിട്ടിയത്. ഇപ്പോഴാണ് മിസ് കിട്ടിയത് ലിങ്ക്. ഗ്രൂപ്പിലുണ്ടോ അതോ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നാണോ ലിങ്ക് അയച്ചു തരാറ്? സ്കൂളിൽ നിന്നല്ല, ഗ്രൂപ്പിൽ തന്നെ വരല്. 10:30 ഞാൻ ലിങ്ക് ഇട്ടതാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ? ദേവനന്ദന് മോനെ നേരത്തെ കിട്ടിയില്ലേ മോനെ? ഗ്രൂപ്പിലുള്ള വേറെ ആരാണ്? ഉള്ളത് ഇവിടെ? ആർക്കാണ് നേരത്തെ കിട്ടിയേ? വരാൻ നേരത്തെ കിട്ടിയില്ലേ?
ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ. അതെന്താണ് എനിക്ക് മനസ്സിലായത്. മ്യൂട്ട് ചെയ്ത് എല്ലാരും മ്യൂട്ട് ചെയ്തേ. നീ മ്യൂട്ട് ചെയ്തേ, ടീച്ചർ പറയട്ടെ. അതെന്താണ് ചിലർക്ക് ലേറ്റ് ആയിട്ട് കിട്ടുന്ന, ചിലർക്ക് നിങ്ങൾ നെറ്റ് ഓൺ ചെയ്തിട്ടുണ്ടാവില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ക്ലാസിന്റെ ടൈം ടേബിൾ എല്ലാവർക്കും അറിയാലോ. ഗ്രൂപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ടൈം ടേബിൾ അറിയാലോ. ടൈം ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി ഇട്ട് തന്നിട്ടുണ്ട്. മിസ്സിന്റെ ക്ലാസ് എപ്പോഴും 12 മണിക്കാണ് തുടങ്ങുക. അപ്പോ ചിലപ്പം 10-11 ലിങ്ക് ഇടും. ഇല്ലാന്നുണ്ടെങ്കിൽ 12 മണിക്കായിരിക്കും ഞാൻ കറക്റ്റ് ലിങ്ക് ഇടുക. ഓക്കെ, അതുകൊണ്ട് ഗ്രൂപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് വേർഡ് ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയണം. ഫസ്റ്റ് വേർഡ് ഇൻസെക്ട്സ്. ഇൻസെക്റ്റിന്റെ പ്ലൂറൽ ഇൻസെക്ട്സ്. ഇൻസെക്ട്സ്. ദേവദർശൻ മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്തേ. ഇൻസെക്ട്സ് പ്ലൂറൽ ആണ് പറഞ്ഞത് കേട്ടോ. ഇൻസെക്ട്സ്. Second word, thorax. Thorax. Okay. Okay. മൂന്നാമത്തെ വേർഡ് എല്ലാരും എഴുതുക കേട്ടോ. തേർഡ് വേർഡ് അബ്ഡമൻ. അബ്ഡമൻ ബോഡി പാർട്ടിൽ നമ്മൾ പഠിച്ചില്ലേ അബ്ഡമൻ. ഇൻസെക്റ്റിന്റെ ബോഡി പാർട്ട് അബ്ഡമൻ. അബ്ഡമൻ. Third word abdomen. Okay, then fourth word flight feathers. Flight feather. Feathers plural. Flight feathers. Flight feathers. Different type of body feathers നമ്മൾ പഠിച്ചു അല്ലേ. അതിനകത്ത് ഫ്ലൈറ്റ് ഫെദേഴ്സ്. ഡിറ്റേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ജോയിൻ ചെയ്ത ഒരു ബുക്ക് എടുത്തിട്ട് ഇപ്പൊ എഴുതാ 5ാമത്തെ വേർഡ് തൊട്ട് എഴുതാൻ തുടങ്ങാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് 4ാമത്തെ വേർഡ് ആണ്. ഓക്കെ, ഫ്ലൈറ്റ് ഫെദേഴ്സ്. അഞ്ചാമത്തെ വേർഡ്, ഫിഫ്ത് വേർഡ് അപ്സ്ട്രോക്ക്. അപ്സ്ട്രോക്ക് ഫ്ലൈറ്റ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചു ബേർഡിന്റെ അല്ലെ. അപ്സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്ക്. അതിനകത്ത് അപ്സ്ട്രോക്ക്. 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 ആറാമത്തെ വേർഡ് ഡൗൺ സ്ട്രോക്ക്. ഡൗൺ സ്ട്രോക്ക്. ഡൗൺ സ്ട്രോക്ക്.
ആറാമത്തെ വേർഡ് ഡൗൺ സ്ട്രോക്ക്. ഏഴാമത്തെ വേർഡ് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഏഴാമത്തെ വേർഡ് ടാലൻസ്. എന്താണ് ടാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചർ പഠിപ്പിച്ച എന്താണ് ഫീറ്റ് ആൻഡ് ക്ലോസ് പഠിപ്പിച്ചപ്പോ ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ്സിന്റെ ഷാർപ്പ് ആൻഡ് കേർവ്ഡ് സ്ട്രോങ് ക്ലൗസിനെ നമ്മൾ എന്താണ് പറയുക, ഈഗിളിന്റെ ഒക്കെ ബേർഡ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അവരുടെ ക്ലോസിനെ നമ്മൾ ഒരു സ്പെഷ്യൽ പേര് കൊണ്ടാ പറഞ്ഞതെന്ന് പഠിച്ചു. ടാലൻസ് ഓർമ്മയുണ്ടോ? ടാലൻസ്, സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ക്ലോസ് ഓഫ് എ ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ് ലൈക്ക് ഈഗിൾ. അതിന്റെ സ്പെഷ്യൽ പേരാണ് പറയുന്നത് പറഞ്ഞു. ടാലൻസ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ കിട്ടും. ടാലൻസ് പ്ലൂറൽ ആണ്. 7th വേർഡ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. സെവൻത് വേർഡ് അല്ലേ ഇപ്പൊ പറഞ്ഞത്? 7th വേർഡ് അല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്? യെസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് 8th വേർഡ്. nectar. 8th word is nectar. What do you mean by nectar? Word കിട്ടിയോ? നെക്ടാർ എന്ന് പറഞ്ഞാൽ പൂക്കള്. യെസ്, പൂവിന്റെ തേനിനെ പഠിച്ചില്ലേ നമ്മള്? നെക്ടാർ. യെസ്, നെക്ടാർ. nectar. 9th word beak. beak. ചുണ്ടിനെ, ബേർഡിന്റെ എന്താണ് ചുണ്ടിനെ എന്ത് പറയും? beak. beak. Tenth word ഒരു ബേർഡിന്റെ പേര് നമുക്ക് എഴുതാം കേട്ടോ. 10th വേർഡ് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച്, ഒട്ടകപക്ഷി. ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച്. ഓക്കെ, 2 വേർഡും കൂടെ പറയാം കേട്ടോ. 2 more words. ഓക്കെ, 10th കഴിഞ്ഞു. 11th word is antenna. 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 കൃഷ്ണദേവ് അമ്മയായിട്ട് ഡിസ്കഷൻ ആണോ അവിടെ? തന്നെത്താൻ അറിയാവുന്ന മാത്രം എഴുതിക്കേ. antenna. And the last word. Last word. Easy ആയിട്ടുള്ള ഒരെണ്ണം പറഞ്ഞുതരാം അല്ലെ? ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ. 12 words. Last word is butterfly.
ഞാൻ ഒന്നും കൂടെ ആദ്യം തൊട്ട് പറയാം കേട്ടോ. ആരെങ്കിലും എഴുതാൻ വല്ല വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് വേർഡ് ഈസ് ഇൻസെക്ട്സ്, പ്ലൂറൽ ഇൻസെക്ട്സ്. സെക്കൻഡ് വേർഡ് thorax. Third word abdomen. Fourth word flight feathers. Fifth word upstroke. Sixth word downstroke. Seventh word talons. Talons. Eighth word nectar. Ninth word beak. 10th word ostrich. 11th word antenna. And the 12th word butterfly. Okay? Yes. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഹലോ, 4 flight feathers. Flight feather. Flight feathers. Okay, first word insects. Second word thorax. Third word abdomen. Fourth word flight feathers. Fifth word upstroke. Sixth word downstroke. ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞോ എല്ലാരും? ആരെങ്കിലും നോക്കിക്കേ, ആരെങ്കിലും ചെക്ക് ചെയ്യാതുണ്ടോ? 6 വേർഡ് ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാരും ചെക്ക് ചെയ്യാ. യെസ്, തേജസ്വരൂപ് എന്താണ്? ചെക്ക് ചെയ്തോളൂ. ബാക്കി എല്ലാരും കഴിഞ്ഞോ? ആരെങ്കിലും കഴിയാനുണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ആരുമില്ല. തേജസ്വരൂപ് കഴിഞ്ഞോ? നിവേദ്യ യെസ്. അൺമ്യൂട്ട് ചെയ്യൂ മോളെ, മൈക്ക് ഓൺ ചെയ്യൂ. മിസ് 6th വേർഡ് ഒന്ന് ചെയ്താ കഴിഞ്ഞു. വേഗം ചെയ്തോളൂ, നോക്കിക്കോളൂ. നിവേദ്യ ഞാൻ മാറ്റുകയാണ് കേട്ടോ. 5, 6ാമത്തെ വേർഡാണ് നമ്മളിപ്പോ കണ്ടത്. 7. 7th word is talons. 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 8th word nectar. 9th word beak. 10th word ostrich. 11th word ഏതായിരുന്നു? antenna. Antenna. The last word butterfly. കഴിഞ്ഞോ? നോക്കി കഴിഞ്ഞോ എല്ലാരും? മാർക്കൊക്കെ ഇട്ടോളൂ തന്നെത്താനെ.
ആരെങ്കിലും ഇനി കഴിയാനുണ്ടോ? എല്ലാരും നോക്കിക്കഴിഞ്ഞോ? Yeah. എല്ലാവരും നോക്കിക്കഴിഞ്ഞു. ആരെങ്കിലും കഴിയാതെ ഉണ്ടെങ്കിൽ ഹാൻഡ് Yes, റൈസ് miss. ഞാൻ കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ. ഓക്കെ, ശരി, എല്ലാരും കഴിഞ്ഞു. ആ, ഇനി എന്താണ് ഫുൾ മാർക്ക് കിട്ടിയത്? എത്ര പേരുണ്ട് നോക്കട്ടെ. എനിക്ക് കിട്ടി, miss. എനിക്ക് കിട്ടി, miss. ഹാൻഡ് റൈസ് ചെയ്യൂ. കിട്ടിയ ഒരു ഹാൻഡ് റൈസ് ബട്ടൺ കൊടുക്കൂ, അല്ലെങ്കിൽ കൈ പൊക്കൂ. നോക്കട്ടെ എത്ര പേർക്ക് കിട്ടിയെന്ന് നോക്കട്ടെ. Miss കിട്ടി. 6 നോ 5 5 പേരേ ഉള്ളൂ. 5 6 7 കെൻസ മെഹറൊക്കെ ഡിറ്റേഷൻ തുടങ്ങിയിട്ടല്ലേ ജോയിൻ ചെയ്തത്? അതെങ്ങനെയാണ് കിട്ടിയത്? ഫുൾ മാർക്ക് കിട്ടിയോ? എന്നിട്ട് ഡിറ്റേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടല്ലേ മോളൊക്കെ ജോയിൻ ചെയ്ത്? എന്നിട്ട് എങ്ങനെ എഴുതിയേ? എങ്ങനെ ഫുൾ മാർക്ക് കിട്ടുക? ഞാനിപ്പോ ഫുൾ മാർക്ക് കിട്ടിയ ഒരു ഹാൻഡ് റൈസ് കൊടുക്കാനാ പറഞ്ഞത്. നിവേദിയും ലേറ്റ് ആയിട്ടല്ലേ ജോയിൻ ചെയ്ത മോളെ? എന്നിട്ട് എഴുതാൻ പറ്റിയോ? മിസ് ഫസ്റ്റ് മുതൽ പറഞ്ഞില്ല, അപ്പൊ ഞാൻ എഴുതിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ 1 2 3 4 5 6 7 7 പേർക്കാണ് ഫുൾ മാർക്ക് കിട്ടാത്തതിനെ കൊണ്ടാണ് ഞാൻ ആദ്യം 4 ചോദിച്ചത്. ഓക്കെ, 7 പേർക്കാണ് അപ്പൊ ഫുൾ മാർക്ക് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഹാൻഡ് ഓവർ യു. ഒരെണ്ണം തെറ്റിയത് എത്ര പേരുണ്ട്? 11 ഔട്ട് ഓഫ് 12. ഓക്കെ, തേജസ് ഒരു ഏതാണ് വേർഡ് തെറ്റിയത്? എന്താണ്? 3 തെറ്റി. ആ, ഓക്കെ. മുഹമ്മദ് ഫറാൻ ഏതാണ് തെറ്റിയത്? ആ, ഇപ്പൊ നേരത്തെ ചോദിച്ചപ്പോ ഹാൻഡ് റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഫുൾ മാർക്ക് കിട്ടിയപ്പോ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാണാഞ്ഞിട്ടാ. ഓക്കെ, ശ്രീബാല ബാലൻസ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ബാക്കിയുള്ളവർ ഒന്നിൽ കൂടുതൽ തെറ്റിയവരാണ് ബാക്കിയുള്ളവരല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എഴുതി പഠിക്കുക കേട്ടോ. സിമ്പിൾ വേർഡ്സ് അല്ലേ ടീച്ചർ ഇട്ടോ? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കുറെ മെയിൻ വേർഡ്സ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ടീച്ചർ പറഞ്ഞു. പക്ഷെ സ്പെല്ലിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതല്ലേ, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഒന്നും അല്ലല്ലോ. ഓൺലി ടാലൻസ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത്. ടാലൻസ് മറന്നുപോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറെ പേര് ശരിയാക്കി. ഓക്കെ, വെരി ഗുഡ്. സോ നമ്മള് അടുത്ത ക്ലാസ്സിൽ, അതായത് നാളെ അല്ലേ? നാളെ അല്ല അല്ലെ, നെക്സ്റ്റ് EVSന്റെ ക്ലാസ്സിൽ ഞാൻ ഈ ചാപ്റ്റർ എല്ലാരും പഠിച്ചോണ്ട് വരാം കേട്ടോ. എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഞാൻ പറയട്ടെ, ടീച്ചർ പറയട്ടെ. ടീച്ചർ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഹാൻഡ് റൈസ് കൊടുക്കുക, സംശയമുള്ളവർ ചോദിക്കുക. ടീച്ചർ ഒരു മിനിറ്റ് പറയട്ടെ. നാളെ അല്ല, സോറി, നെക്സ്റ്റ് EVSന്റെ ക്ലാസ് എന്നാണോ? നാളെ അല്ല, മറ്റന്നാളല്ലേ നമുക്ക് വരിക. അപ്പോ ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാരും പഠിച്ചുകൊണ്ട് വരിക. ഇത് റിവൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. കേട്ടല്ലോ? കേട്ടോ എല്ലാരും? യെസ്, ഓക്കെ, യെസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ, ദേവനന്ദ്. ഫ്ലൈറ്റ് ഓഫ് ബേഡിൽ അപ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും അത് പഠിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു പഠിക്കണോന്ന് അവനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇൻസെക്ടിന്റെ എന്താണ് ഫസ്റ്റ് എന്താ ചോദിച്ചത്? ഇൻസെക്ടോ? ഇൻസെക്ട് എഗ്സോ? ഇൻസെക്ട് എഗ്സ് എവിടെയായിരുന്നു അത്? അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഉള്ള ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ മാതിരിയാണ്. ജസ്റ്റ് റീഡ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പോ
ടീച്ചർ അതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സാമിനൊക്കെ ചിലപ്പോൾ വരും. നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നോളജിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ആ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് വായിച്ചിരിക്കുക കേട്ടോ. അതുപോലെ ഫ്ലൈറ്റ് ഓഫ് എ ബേർഡ് പഠിക്കണം. ആ വേണം. ടീച്ചർ നോട്ട് തന്നില്ലേ അതിന്റെ? ആണോ? ആ ഓക്കെ, അത് വിട്ടുപോയതായിരിക്കും. ഓക്കെ, അതിന് കുഴപ്പമില്ലല്ലോ, പഠിക്കാമല്ലോ. കാരണം ടെക്സ്റ്റിലുള്ളത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതല്ലല്ലോ, അത് നോക്കിയാൽ പഠിക്കാമല്ലോ. അപ് സ്ട്രോക്ക്, ഡൗൺ സ്ട്രോക്ക്. യെസ്, അത് വിട്ടുപോയതായിരിക്കും. ഓക്കെ ഫൈൻ. ഫ്ലൈറ്റ് ഓഫ് എ ബേർഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അപ് സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്ക് അത് നോക്കിയിരിക്കണേ, വായിച്ചിരിക്കണം കേട്ടോ, പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നെക്സ്റ്റ് EVSന്റെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാരും പഠിച്ചുകൊണ്ട് വരിക കേട്ടോ. Okay, miss.